സനാതന സുവിശേഷത്തിന്റെ, ഈ സത്യ സുവിശേഷത്തിന്റെ പ്രചാരകന്മാരായി തീർന്നത്. ഈ സുവിശേഷത്തിലെ സ്വാധീനതയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവുമാണ് ഞങ്ങളെ ഇതിൻ്റെ വക്താക്കളാക്കി മാറ്റിയത്. ഞാൻ ഇങ്ങനെ പറയാം സഹോദരങ്ങളെ, നമ്മൾ ഉണ്ണുന്ന ആഹാരത്തിൻ്റെ മേന്മയല്ല, നാം ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയല്ല, നാം കിടന്നുറങ്ങുന്ന കെട്ടിടത്തിന്റെ അല്ല വലിപ്പമല്ല, അല്ല നിന്നെ ഒരു അല്ലെങ്കിൽ വ്യക്തിയാണെന്ന് തെളിയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയാണെന്ന് തെളിയിക്കുന്നത് അല്ലവേ അല്ല. നിന്റെ ജീവിതം സമാധാനത്തിലാണോ അതാ തെളിയിക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവിത സമാധാനമില്ലെങ്കിൽ വല്ലതും ഉണ്ടോ? സഹോദരങ്ങളെ, ഈ സമാധാനം നൽകിയത് ഈ സുവിശേഷമാണ്. ഇങ്ങനെ ഞാൻ പറയാം, ഞങ്ങളെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ഈ സുവിശേഷമാണ്. ഈ മൈക്കെടുത്ത് അല്ലെങ്കിൽ ശക്തമായി പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ അനുവാദം തന്നത് ആരാണെന്നറിയാമോ? യേശുവാ, ശിവന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പൊ ഈ സുവിശേഷം എന്താണെന്ന് നമ്മൾ പഠിക്കുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും കാലഹരണപ്പെട്ടതല്ല, ഇത് കാലിക പ്രസക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ചുറ്റുപാടനുസരിച്ച് നോക്കുമ്പോൾ സുവിശേഷത്തിന് വളരെ പ്രാധാന്യത. മക്കളെ, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ സുവിശേഷം, ഈ സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി പേർ എല്ലിയാടുകളായിട്ടുണ്ട്, രക്തസാക്ഷികളായിട്ടുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രതികൂലത്തെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സുവിശേഷം അതിന്റെ യാത്ര തുടങ്ങുകയാ. ശിവന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും വെറുപ്പിൻ്റെതല്ല. ഹല്ലേലൂയ. ഈ സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കുന്നതാണ് ഈ സുവിശേഷം. സുവിശേഷം പറയുന്ന ആരും അടുത്തുള്ള അയൽവക്കക്കാരുമായിട്ട് സംസാരിക്കാതിരിക്കരുത്. ഇത് വെറുപ്പിൻ്റെതാണോ? മനസ്സുകളെ അടുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറയാം, ഈ സുവിശേഷം ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഈ സുവിശേഷം. വർണ്ണ വർഗ നിറ കുലഭേദം കൂടാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന മാർഗമാണ് ഈ സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല, ഞങ്ങൾക്ക് മജ്ജയുള്ള കാലത്തോളം ലജ്ജയില്ലാതെ ഞങ്ങൾ ചെയ്യും, ഇത് വിളിച്ചു പറയും. ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം. ലഹരി പദാർത്ഥങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ അവരെ ബോധവൽക്കരിക്കുവാനുള്ള ക്ലാസുകൾ, സ്വത്രം ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ആരും ചെയ്യുന്നുണ്ടെന്നറിയാമോ? സർക്കാരും ചെയ്യുന്നുണ്ട്, നിയമപാലകന്മാരും ചെയ്യുന്നുണ്ട്. അവർക്ക് ഞങ്ങളുടെ ഒരു അഭിവാദനങ്ങൾ കൊടുക്കുക, അത് അഭിനന്ദനീയമാണ്. നശിച്ചു പോകുന്ന തലമുറകളെ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവരുന്ന ആ പ്രബോധന ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വിടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുക. നല്ലതാണ്. ദേശങ്ങളൊക്കെ ഇതുപോലെ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. എനിക്ക് അതിനെപ്പറ്റി മാത്രമായിട്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കാൻ ഇഷ്ടമുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യനെ വിളിക്കുന്ന പേര്, സാങ്കേതിക പേരെന്തെന്നറിയാമോ? ഹോമോസാപ്പിയൻസ് എന്നാണ്. ഹോമോസാപ്പിയൻസ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന മനുഷ്യൻ, അവനെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന ഒത്തിരി പേരുകളുണ്ട്. ഈശ്വര വിശ്വാസിയായ ജന്തു, പ്രകൃതിയിലെ രാഷ്ട്രീയ ജന്തു, നഗ്നവാനരൻ എന്നൊക്കെ പേര് പറയുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, ഞങ്ങൾ പറയുക സഹോദര, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ജന്തുവല്ല. ഡാർവിന്റെ സിദ്ധാന്തം എല്ലാവർക്കും അറിയാം അല്ലേ? മക്കളെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഡാർവിന്റെ സിദ്ധാന്തം, കുരങ്ങിലൂടെയാണ് മനുഷ്യൻ ഉണ്ടായത്. ഇതാണ് ഡാർവിന്റെ സിദ്ധാന്തം. പക്ഷേ ആ ഡാർവിന്റെ സിദ്ധാന്തത്തെ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു തത്വം രംഗത്ത് വന്നു. എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ഈ ജീവൻ അവർ പഠിക്കുന്നത്, ജീവൻ ആദ്യം തുടിച്ചത് എവിടെയാ?
വെള്ളത്തിലാണ്, ജലത്തിലാണ്. ആ വെള്ളത്തിൽ തുടിച്ച ആ ജീവൻ അത് പ്രാണികളായി തീർന്നു. ആ പ്രാണികൾ വർഷങ്ങൾ തോറും അതിൻ്റെ ക്രമീകൃതമായിട്ടുള്ള ഒരു മാറ്റമുണ്ടായി. സ്വത്രം ആരായി തീർന്നു? കുരങ്ങൻ ഉണ്ടായി തീർന്നു. കുരങ്ങൻ ഒത്തിരി വർഷം കഴിഞ്ഞ് മാറ്റമുണ്ടായി. ആരുണ്ടായി? മനുഷ്യരുണ്ടായി എന്ന് അവർ പറയുക. പക്ഷേ പിന്നീട് മറ്റൊരു തത്വം വന്ന് എന്തെന്നറിയാമോ? പ്രോട്ടോസോമുകൾ എന്നറിയപ്പെടുന്ന ഏകകോശ ജീവിയിൽ നിന്നും ഒരിക്കലും ബഹുകോശ ജീവികൾ ഉണ്ടാകുകയില്ല. ഇവന്റെ തത്വം പോയില്ലേ? ഞങ്ങൾ വിളിച്ചു പറയുന്നത്, സഹോദര, നീ ഒരു ജന്തുവല്ല. ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം തന്റെ കരാങ്കുലിയാൽ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ പറയാ, മനുഷ്യൻ ദൈവ സൃഷ്ടിയാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മനുഷ്യനെ എങ്ങനെയാണ് നിർത്തിയത്, ഉണ്ടാക്കിയത്? സ്വർഗത്തിലെ ഒരംശവും ഭൂമിയിലെ ഒരംശവും. സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവശ്വാസവും ഭൂമിയിലെ മണ്ണും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, മനുഷ്യനു മാത്രമേ ഈശ്വര വിശ്വാസിയായി തീരാൻ കഴിയത്തുള്ളൂ. കാരണം സ്വർഗത്തിൽ നിന്നുള്ള അംശവും ഭൂമിയിൽ നിന്നുള്ള ഒരു അംശവും ഉള്ള വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തെ തേടാൻ കഴിയത്തുള്ളൂ, ദൈവത്തെ തേടാൻ കഴിയത്തുള്ളൂ. അവനു മാത്രമേ ഈശ്വര വിശ്വാസിയായി തീരാൻ കഴിയത്തുള്ളൂ. അല്ലാതെ പക്ഷിമൃഗാദികൾ ആരാധിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യനോട് സാദൃശ്യമുള്ള കുരങ്ങ് ഏതാണെന്നറിയാവും? അത് പറയത്തില്ല നിങ്ങൾ. ചിമ്പാൻസിയാ. 75% മനുഷ്യനുമായിട്ട് എന്താ സാദൃശ്യമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും സമയത്ത് രാവിലെ അമ്മാമ വീട്ടിൽ അങ്ങനെയാണല്ലോ ആരാധിക്ക് പോന്നേ അല്ലേ? എപ്പോഴാ പോന്നേ? സങ്കീർത്തന സമയം തീരുമ്പോഴാണ് അമ്മാമ ഓടുന്നത്. കാരണം വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ട് ഓടുക. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ളൂ ചിമ്പാൻസി ബൈബിളും പിടിച്ചുകൊണ്ട് ആരാധിക്ക് പോന്നേ? കണ്ടിട്ടില്ല. ആമേൻ, കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയാം, മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. ഹല്ലേലൂയ. നമ്മെ ഈ മൃഗത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതും ഇതാ. നമുക്കെന്തുണ്ട്? ആത്മാവുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കണ്ടു കാണും, ആത്മാവിന്റെ വിലയെ കുറിച്ച് ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം. അദ്ദേഹം മയക്കുമരുന്ന് വിദഗ്ധനാ. പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവരെ പരീക്ഷിച്ചപ്പോൾ ഇവരുടെ ഈ ബ്രെയിനിൽ നിന്ന് ഒരു പ്രകാശം വിട്ടുപോകുന്നെന്ന് ആത്മാവിനെ കുറിച്ച് പഠിച്ചതാ. അപ്പൊ നമ്മൾ ആരാ? ആത്മാവുള്ളവരാ. ഹല്ലേലൂയ. നമുക്കല്ല വിലയുള്ളത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഈ പാൻറ്റും കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മളങ്ങ് ആയിട്ട് വലിയ ആളാണെന്നല്ല. കണക്കനുസരിച്ച് നോക്കിയാൽ, പഴയ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു മനുഷ്യന്റെ വില 6 രൂപ 40 പൈസ ഉള്ളായിരുന്നു. ഇപ്പൊ കൂടി കേട്ടോ. നമ്മൾ ഇപ്പോഴൊക്കെ അല്ലയോ ഈ പിന്നെ എന്താ നമ്മുടെ രക്തം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ കാൽസ്യത്തെ കുറിച്ചും സോഡിയത്തെ കുറിച്ചും ഒക്കെ കേൾക്കുന്ന ഇപ്പോഴല്ലോ ദിവാസനെ അല്ലയോ? ഫോസ്ഫറസും തീപ്പെട്ടി ഉണ്ടാക്കാൻ ഉള്ള ഫോസ്ഫറസും സോഡിയവും അല്ലെങ്കിൽ H2O അല്ലെ, H2O എന്ന് വെച്ചാൽ വെള്ളവും മാത്രമേ ഉള്ളെന്ന് നമ്മുടെ ശരീരത്തിൽ. നീ വലിയവനൊന്നുമല്ല. നീ സ്വപ്പം അടിച്ചു കഴിഞ്ഞാൽ നീ നാടിന്റെ വലിയ ആളാണെന്നല്ലേ? അല്ല. സ്തോത്രം. 6 രൂപ 40 പൈസ അന്നത്തെ കണക്ക്. ഇന്നൊരു 20 രൂപ പിടിച്ചോ. പക്ഷെ ശ്രദ്ധിക്കണം, അവന്റെ ആത്മാവിനാ വില. ഞാൻ ഇങ്ങനെ പറയട്ടെ, ശാസ്ത്രജ്ഞന്മാർ വീണ്ടും പരീക്ഷണങ്ങൾക്ക് തയ്യാറായി. അവർ പറയുന്നൊരു കാര്യമുണ്ട്, 6 മാസമുള്ളൊരു കുഞ്ഞു മരിച്ചാലും 60 വയസ്സുള്ളൊരു മനുഷ്യൻ മരിച്ചാലും അവരിൽ നിന്ന് 20 ഗ്രാം കുറയുന്നു. അതല്ല, അത് ആത്മാവ്. ആത്മാവിന് വിലയുണ്ട്. ഹല്ലേലൂയ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും ഒരു ജന്തുവല്ല.
അവൻ അല്ലെങ്കിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ സ്വഭാവം കൊണ്ട് ഒരുപക്ഷെ മൃഗത്തിന്റെ സ്വഭാവമൊക്കെ ഉണ്ടല്ലേ, ഞാൻ വരുമ്പോ പറയാ ഇങ്ങോട്ട് പുറകോട്ട് വരുമ്പോ സ്വത്രം. പക്ഷെ അവനൊരു ജന്തുവല്ല. ദൈവത്തിന്റെ കരങ്ങളാൽ കരാങ്കൂലിയാൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ. ഹല്ലേലൂയ. ആ മനുഷ്യന് ഹല്ലേലൂയ അവൻ എന്ത് ചെയ്ത് ശ്വാസമൂതി. ഹല്ലേലൂയ എന്ന് ഈ വേദം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യൻ, ദൈവമുഖമായി തിരിയേണ്ട ഈ മനുഷ്യൻ അല്ലെ ഈ ദുഷ്ടലോകത്തോട് അധികമായി അടുത്തുപോയി. അവന്റെ മനസ്സറിയാതെ അതിനെ അവൻ സ്നേഹിച്ചു. ഹല്ലേലൂയ. അസ്വാസ്ഥ്യങ്ങളും അസ്വാതന്ത്ര്യവും അസമാധാനവും അശാന്തിയും നിറഞ്ഞ അല്ലെങ്കിൽ ഒരു സമൂഹമായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. രാഷ്ട്രങ്ങൾ തമ്മിൽ പൊരുതി വിജയിക്കുവാനുള്ള ശ്രമങ്ങൾ, അല്ല സംഘടനകൾ തമ്മിൽ സംഘടനകളും സംഘർഷങ്ങളും നടക്കുന്ന സാഹചര്യങ്ങൾ. അല്ലെ പ്രിയ ദൈവമക്കളെ, ദൈവം അല്ലെങ്കിൽ അവനെ തൻ്റെ കരാങ്കുലിയാൽ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തോട് ദൈവോന്മുഖമായി ദൈവത്തിലേക്ക് തിരിയേണ്ടവന്. പക്ഷെ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമ്മുടെ സമൂഹം ഹല്ലേലൂയ ആരുടെ സമൂഹമായി മാറിയെന്നറിയാമോ? എത്തിക്സ് ഇല്ലാത്ത, ധാർമ്മികതയില്ലാത്ത ഒരു സമൂഹമായി മാറുകയാ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹല്ലേലൂയ, ഇന്ത്യയുടെ മതേതരത്വം അല്ലെ കണ്ടിരുന്നത് എവിടെയായിരുന്നു അറിയാമോ? കേരളത്തിലാ. ഹല്ലേലൂയ. ജാതികൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തെ കണ്ടു. എല്ലാവരും ഒരുപോലെ വസിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ നമ്മൾ കണ്ടതാ അല്ലേ? പക്ഷെ അതിനൊക്കെ വിരോധമായിട്ട് ഈ ദിവസങ്ങളിലെ വാർത്തകൾ വരികയാ അല്ലേ? ഹല്ലേലൂയ. അല്ലെ നമുക്കൊക്കെ പറയാം, നമ്മളൊക്കെ ഒത്തിരി സാംസ്കാരികമായി ഉയർന്ന ആളുകളാണെന്ന് അഭിമാനിക്കുകയെങ്കിലും സംസ്കാരമില്ലാത്ത പ്രവർത്തിക്ക് ഇവിടെ പഞ്ഞമില്ല. അധികാരമുള്ള നാമത്തിൽ പോക്സോ കേസിലൊക്കെ അല്ലെങ്കിൽ വരുന്നവരുടെ പ്രായം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നാണിച്ച് തലകുനിക്കും. അത് 15 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകളുടെ പേരാ പോക്സോ കേസിൽ വരുന്നത്. അല്ലെ സഹോദരങ്ങളെ, ഇതിനൊക്കെ കാരണം എന്തെന്നറിയാമോ? അല്ലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവങ്കലേക്ക് നോക്കുവാനാ. അല്ലെ എന്നാൽ ആ മനുഷ്യൻ അല്ലെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇതിനെ പറയുന്ന പേരാണ് പാപം. ഇതിനെ പറയുന്ന പേരാണ് പാപം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ കേരളം ഹല്ലേലൂയ സ്വന്തം അസ്വാസ്യങ്ങളുടെ ഹല്ലേലൂയ അസ്വാരസ്യങ്ങളുടെ ഒരു നാടായി മാറി. സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളം അല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് യഹൂദന്മാർ വാഴ്ത്തി പാടിയ ഈ കേരളം, ഹല്ലേലൂയ, ഇത് ഏതിന്റെ നാടായി മാറിയെന്നറിയാമോ? ചെകുത്താന്റെ നാടായി മാറി. ഹല്ലേലൂയ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം എന്തുവാ? കേരളം ഭ്രാന്താലയം. അത് അന്വർത്ഥമായില്ലേ? ഹല്ലേലൂയ. ഇവിടെ ആർക്കാ ഹല്ലേലൂയ സ്വതം ബോധമുള്ളത്? ഇവിടെ ആർക്കാ സുബോധമുള്ളത്? എല്ലാവരും ലഹരി മരുന്നിന് അടിമയല്ലേ സഹോദര? ഹല്ലേലൂയ. ഈ ദേശത്തോട് ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. സഹോദര, നീ ലഹരിക്ക് ഹല്ലേലൂയ അടിമയാണെങ്കിൽ, നീ മദ്യത്തിന് അടിമയാണെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ഈ സുവിശേഷത്തിൽ നിന്നെ സ്വതന്ത്രനാക്കുവാൻ ശക്തനായതാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞ സഹോദര, അല്ലെങ്കിൽ പാടത്തും പറമ്പും അല്ലെങ്കിൽ വെയിലത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നിനക്ക് ലഭിക്കുന്ന വേതനം കൊണ്ട് അല്ല നീ എവിടെ പോകുകയാണെന്ന് അറിയാമോ? നീ ബാറിലേക്ക് പോകുക. എന്തിനാ? കുടിക്കാൻ. നിനക്ക് അല്പസമയത്തെ സ്വസ്ഥതയ്ക്ക് വേണ്ടി നീ കുടിക്കാൻ പോകുകയല്ലേ?
പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ കുടിക്കുന്ന അല്ലെങ്കിൽ ഈ മദ്യം കൊണ്ട് നിന്റെ ശരീരം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, നിന്റെ കുടുംബത്തിന് ഒത്തിരി നഷ്ടങ്ങളുണ്ട്. സഹോദര, ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? നീ കൊണ്ടുപോകുന്ന ഈ പൈസ കൊണ്ടുപോയി അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ കൊട്ടാരം പോലെയുള്ള മണി സൗധങ്ങൾ വെച്ച് അവൻ സുന്ദരനായിട്ട് ജീവിക്കുക. അവന്റെ തലമുറകൾ അല്ലെങ്കിൽ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഉക്രൈനിലും പോയി ബിരുദാനന്തര ബിരുദെടുക്കുക. നിന്റെ തലമുറ ഇപ്പൊ എവിടെ നിൽക്കുക? യേശുവിന്റെ നീ ഒന്ന് ചിന്തിക്ക്. ഈ ദേശമേ നീ ഒന്ന് ചിന്തിക്ക്, നീ ഒന്ന് തിരിഞ്ഞു ചിന്തിക്ക്. നിനക്ക് ലഭിക്കുന്ന വേതനം നീ മറ്റുള്ളവർക്ക് കൊടുക്കരുത്. നിന്റെ കുടുംബം അനുഭവിക്കേണ്ടതാ, നിന്റെ കുടുംബം അനുഭവിക്കേണ്ടതാ. ഞാൻ ഇങ്ങനെ പറയാം, സഹോദരങ്ങളെ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വിയർപ്പിന്റെ വില കൊണ്ടുണ്ടാക്കിയ ആഹാരം ഒരുമിച്ച് വെച്ച് കഴിക്കുമ്പോഴുള്ള രുചി അതൊന്ന് വേറെയാ. ശിവന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, അങ്ങനെ കഷ്ടപ്പെട്ടു കൊണ്ടുവരുന്ന ഈ പൈസ മറ്റെങ്ങും കൊടുക്കാതെ വീട്ടിൽ കൊണ്ടുവന്ന് നീ ഇങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദഹനം ഉണ്ടാവും. മനസ്സിലായോ? പറഞ്ഞേ ഓത്രം. ഒന്നുകൂടെ ഞാൻ പറയാ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീ കൊണ്ടുവരുന്ന വേതനം കൊണ്ട് അന്നുള്ള അന്നം വാങ്ങിക്കൊണ്ടുവന്ന് അത് ഭാര്യ വെച്ച് കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, അല്ലെ ആഹാരം കഴിച്ച് ദഹനം ലഭിച്ച് നിനക്ക് എങ്ങനെ കിടക്കാൻ കഴിയുന്നറിയാമോ? സുഖത്തോടെ കിടന്നുറങ്ങാൻ കഴിയും. പ്രിയ സഹോദര സഹോദരി, അല്ലെ ലഹരിക്ക് അടിമപ്പെട്ട സഹോദര കുഞ്ഞ്, ഇന്ന് രാത്രി യേശുവിലേക്ക് വാ. ഞാൻ ഇങ്ങനെ ഒരു പദം പറയട്ടെ, ഇന്ന് രാത്രി നീ അല്ലെ ബിവറേജിന്റെ ക്യൂവിലാണെങ്കിൽ, ഇന്ന് രാത്രി നീ ലഹരി പദാർത്ഥത്തിന്റെ ക്യൂവിലാണെങ്കിൽ, ഇന്ന് രാത്രി നീ MDMA പോലെയുള്ള അല്ലെ രാസലഹരി വസ്തുക്കൾക്ക് അല്ലെ വാങ്ങിക്കാൻ വേണ്ടി നീ ക്യൂവിലാണെങ്കിൽ, നാളെ നീ ജനറൽ ആശുപത്രിയുടെ ക്യൂവിലായിരിക്കും. മനസ്സിലായോ? പറഞ്ഞേ, നീ ഡോക്ടറെ കാണാനുള്ള ക്യൂവിലായിരിക്കും. അതുകൊണ്ട് ദേശമേ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം അന്വേഷിക്കുക. ഒരു ധാർമ്മികത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പനെ അമ്മയും ബഹുമാനിക്കാൻ നീ പഠിക്കുക. 2025 തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കേട്ട ഒട്ടനവധി വാർത്തകളുണ്ടല്ലേ? 2024 നടക്കാത്ത ഒത്തിരി കൊലപാതകങ്ങൾ, ഒത്തിരി നമുക്ക് കേട്ടാൽ അറക്കുന്ന ഒത്തിരി വാർത്തകൾ നമ്മൾ കേട്ടു. അത് വാർത്താവിനിമയ രംഗത്തിലുള്ള റിപ്പോർട്ടറുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം എന്താ അറിയാമോ? ഇതിൽ കൂടുതൽ 90% കുടുംബത്തെ സംബന്ധിച്ച പ്രശ്നമാണ്. സഹോദര, നിന്റെ കുടുംബത്തിൽ സമാധാനമില്ലേ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്താ കാരണം എന്നറിയാമോ? നീ പാപ വഴിയെ വിട്ട നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഇവിടുത്തെ ഹല്ലേലൂയ ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു. ഹല്ലേലൂയ. ഹൃദയമിടിപ്പുകൾ നോക്കുന്ന ഒത്തിരി ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. ഇതിന്റെ പ്രപഞ്ച ശക്തികളെ നമ്മൾ കീഴ്പ്പെടുത്തി. ഇപ്പോഴൊക്കെ ഗൾഫ് രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളിലൊക്കെ എന്താ മഴയില്ലെങ്കിൽ കൃത്രിമ മഴ പെയ്യിപ്പിക്കും. കോടിക്കണക്കിന് പൈസ കൊടുത്ത് പ്രപഞ്ച ശക്തികളെ എന്ത് ചെയ്തു? കരങ്ങളിലാക്കി. പക്ഷേ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, മിടിപ്പുകൾ, ഹൃദയമിടിപ്പുകളെ അളക്കുന്ന ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. ഹൃദയം മാറ്റിവെക്കുന്നു, കിഡ്നി മാറ്റിവെക്കുന്നു, അല്ലെ? ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ നമ്മുടെ അവയവങ്ങൾക്കും ഒക്കെ മാറ്റിവെക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഹൃദയത്തിലും തലച്ചോറിലും വരുന്ന ദോഷങ്ങളെ, തിന്മയെയും കണ്ടുപിടിക്കുക ഈ ഉലകത്തിൽ ഓരോറ്റ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ബൈബിൾ വ്യക്തമാക്കുക. ഇതിന് കാരണം എന്താണെന്ന് അറിയുമോ? ഇതാണ് പാപം. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾ ഈ ബൈബിളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി സ്തോത്രം. നമ്മൾ ഇങ്ങനെ പഠിച്ചു, സുവിശേഷം എന്താണ്, സുവിശേഷം അല്ലെ എങ്ങനെയാണ് സുവാർത്തയായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? സഹോദര, സഹോദരി, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നീ അപ്പന്റെ ഭവനത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ? ഹല്ലേലൂയ. ദേശമേ,
നീ അപ്പന്റെ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണോ? ഇന്ന് രാത്രി നിന്നെ അന്വേഷിച്ച്, നിന്റെ വരവും കാത്ത്, നിന്റെ തിരിച്ചുവരവും കാത്ത് ഒരുവൻ കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ! അവൻ സന്തോഷത്തോടെ നിന്നെ സ്വീകരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് യഹൂദിയയിൽ ഗ്രാമങ്ങളിൽ അടുത്തടുത്ത് കോളനി പോലെ വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളുള്ള എല്ലാവരെയും അറിയുമായിരുന്നു. തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ വീട്ടിൽ നിന്നും ഒരു മകൻ അവന് ലഭിക്കേണ്ട ഓഹരി വാങ്ങിക്കൊണ്ട് അവൻ വിദേശത്തേക്ക് പോകുകയാണ്. അപ്പനെ വിഷമിപ്പിച്ചുകൊണ്ട്, അപ്പൻ്റെ ഹൃദയത്തെ വിഷമിപ്പിച്ചുകൊണ്ട്, സാമുദായിക നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അവൻ എവിടേക്ക് പോകുകയാണ്? വിദേശത്തേക്ക് പോകുകയാണ്. അങ്ങനെ വിദേശത്തേക്ക് പോയി അവന് ലഭിച്ച നന്മകളെല്ലാം നഷ്ടപ്പെടുത്തി അവൻ തിരികെ വരുമ്പോൾ, ശ്രദ്ധിക്കണം, അവന് സുബോധമുണ്ടായി, അവന് മാനസാന്തരമുണ്ടായി. അവൻ തിരികെ വരികയാണെങ്കിൽ അവിടെയുള്ള മുതിർന്നവരെല്ലാം കൂടെ ചെയ്യുന്ന ഒരാചാരമുണ്ട്. ആ ആചാരത്തിന്റെ പേര് കസാസ. എന്താണെന്നറിയാമോ? അല്ലല്ല, ഇവന്റെ ഒരു യാചകനെ പോലെ, ഒരു ഭിക്ഷക്കാരനെ പോലെ അവൻ തിരികെ വരുമ്പോൾ, അവൻ നടന്നു പോകുമ്പോൾ അവന്റെ മുൻപിൽ ഒരു മൺകുടം കൊണ്ടുവന്ന് ഉടയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരു നാണക്കേടിന്റെ ആചാരം, സെറിമണി ഓഫ് ഷെയിം, നാണക്കേടിന്റെ അല്ലെങ്കിൽ ഒരു ആചാരം അവിടെ ചെയ്യും. എന്താണെന്നറിയാമോ? ഇവൻ ഇനി ഈ ഗ്രാമത്തിലുള്ളവർ ഇവനെ സ്വീകരിക്കുന്നില്ല. അപ്പനും അമ്മയും ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇവനെ ഇനി ഇവിടെ നിന്നും ഞങ്ങൾ പറഞ്ഞു വിടാൻ പോകുക. ഇതാണ് ആ സെറിമണി ഓഫ് ഷെയിമിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവനെ പടിയടച്ച് പിണ്ടം വയ്ക്കുവാൻ വേണ്ടിയാ, അല്ലെങ്കിൽ ഈ ആചാരം മാത്രം. പക്ഷേ ശ്രദ്ധിക്കണം, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ 2 മക്കൾ, രണ്ടാമത്തവൻ ഇളയ മകൻ. അവനെ ബൈബിളിൽ വിളിക്കുന്ന പേര് ധൂർത്ത് പുത്രൻ. മുടിയനായ പുത്രൻ എന്ന് എഴുതിയിട്ടില്ല. സ്തോത്രം. ആ ധൂർത്തുപുത്രൻ അവന് ഷെയറും വാങ്ങിക്കൊണ്ട് പോയി, ദേശത്ത് പോയി എല്ലാം വിറ്റു, നഷ്ടപ്പെടുത്തി. സ്തോത്രം. എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ അവൻ ആഹാരത്തിന് വേണ്ടി വിഷമിച്ച് ജോലിക്ക് വേണ്ടി പോയി. പന്നിയെ തീരുന്ന ഒരു ജോലി അവന് ലഭിച്ചു. പന്നിയുടെ വാളവര കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു, കഴിച്ചോ? അതുപോലും കിട്ടിയില്ല. അപ്പോഴവന് സുബോധം വന്നു. അവനെന്ത് വന്നു? സുബോധം വന്നു. അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്നു. അപ്പന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയണ്ടോ? ഹല്ലേലൂയ! എന്താ നടക്കേണ്ടത്? കസാസയാ നടക്കേണ്ടത്, അല്ലേ? ഹല്ലേലൂയ! ആ ഗ്രാമീണർ കണ്ടിട്ട് ആ കസാസ എന്ന് പറയുന്ന ആചാരം അവിടെ നടത്തണം. പക്ഷേ അവിടെയുള്ള ഗ്രാമത്തിലെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ ചെന്ന് ഗ്രാമത്തലവന്റെ അടുക്കൽ പറയും, ഇന്ന ആൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കസാസ ഒന്ന് ആചരിക്കണം. അവര് കാണുന്നതിന് മുമ്പേ അപ്പൻ ഓടി ചെല്ലുകയും അവന്റെ അടുക്കലേക്ക്. അവനെ ആരും കാണുന്നതിന് മുമ്പേ അല്ലെ അപ്പൻ അവന്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് അവനെ വാരി ചുംബിച്ചു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്കി മാറ്റട്ടെ, അല്ലേ? അവന്റെ കയ്യിൽ വിരലിൽ ഒരു മോതിരം ഇട്ട് കൊടുക്ക. എന്നിട്ട് പറയുക, അവന്റെ ചെരുപ്പ് കൊണ്ടുവന്ന പുതിയ ചെരുപ്പിട്. ഇപ്പൊ അവൻ നഗ്നപാതനായിട്ടാ വന്നിട്ടേ, അല്ലേ? പൈസ ഒന്നുമില്ല, എല്ലാം പോയി യാചകനായിട്ടാ വന്നേ. ചെരുപ്പിട്ട് കൊടുക്കൂ. സ്തോത്രം. അവനെ ആലിംഗനം ചെയ്തു. എന്തിനാണെന്നറിയാമോ? അവനെ ആരും കണ്ടിട്ട് അപ്പനിൽ നിന്ന് അവനെ അകറ്റാതിരിക്കുവാൻ. എനിക്ക് എൻ്റെ മകൻ എന്നോട് കൂടെ വേണമെന്ന് ആ അപ്പന് ആവശ്യം. സഹോദരങ്ങളെ, ദേശത്തുള്ളവരെ, നീ ദൈവത്തിങ്കിൽ നിന്ന് അപ്പനിൽ നിന്ന് അകന്നിരിക്കുകയാണോ? നീ അവന്റെ അടുക്കലായിരിക്കണമെന്ന് ആ ദൈവം ആഗ്രഹിക്കുകയോ?